നമസ്കാരം. പൂജാമുറിക്ക് ഒരു പ്രത്യേകമായ സ്ഥാനമുണ്ട്. ആരാധനയ്ക്കും ആത്മചിന്തനത്തിനും ആത്മീയതയ്ക്കും വ്യക്തികൾ തിരഞ്ഞെടുക്കുന്ന ഇടം കൂടിയാണ് ഇത്. വാസ്തുശാസ്ത്രം അനുസരിച്ച് പൂജാമുറിയുടെ ദിശ നിർണായകമാണ്. കെട്ടിടങ്ങളുടെ രൂപകൽപ്പനയും രൂപരേഖയും നിർണയിക്കുന്ന പുരാതന ഇന്ത്യൻ വാസ്തുവിദ്യാശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. വീടിന്റെ വടക്ക് കിഴക്ക് മൂലയാണ് പൂജാമുറിക്ക് അനുയോജ്യമായ ദിശ. ഈ ദിശ ശുഭകരമായി കണക്കാക്കുകയും ഇവിടെ പോസിറ്റീവ് എനർജി ഉണ്ടാകും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. വടക്ക് കിഴക്ക് മൂല ലഭ്യമല്ല എങ്കിൽ കിഴക്കോ വടക്കോ ദിശകളും അനുയോജ്യം തന്നെയാണ്. ഈ ദിശകൾ പൂജാമുറിയിൽ ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതുമാണ്. സൂര്യപ്രകാശം മുറിയെ ശുദ്ധീകരിക്കും എന്നാണ് വിശ്വാസം. പൂജാമുറിയിൽ വിഗ്രഹങ്ങളും ചിത്രങ്ങളും കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ അഭിമുഖീകരിക്കേണ്ടതാണ്. ഇത് ഭക്തർക്ക് പ്രാർത്ഥിക്കുമ്പോൾ വടക്കോ കിഴക്കോ അഭിമുഖീകരിക്കുവാൻ അനുവദിക്കുന്നതുമാണ്. വിഗ്രഹങ്ങൾ നേരിട്ട് തറയിൽ തൊടുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനപ്പെട്ടതായ കാര്യമാകുന്നു. പൂജാമുറിയുടെ രൂപകൽപ്പന ലളിതവും ശാന്തവും ആയിരിക്കേണ്ടതുമാണ്. സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ചുവരുകൾക്കും അലങ്കാരങ്ങൾക്കും ഇളം നിറങ്ങൾ നൽകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇരുണ്ട നിറങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പൂജാമുറിക്ക് ഒരു വാതിൽ ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. പൂജാമുറി അലങ്കോലപ്പെടാതെ സൂക്ഷിക്കുക. തിരികൾ, വിളക്കുകൾ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ തുടങ്ങിയ പ്രാർത്ഥനാ കാര്യങ്ങൾ വൃത്തിയോടെ തന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് അനിവാര്യം തന്നെയാക്കുന്നു. ഈ കാര്യങ്ങൾ ഭംഗിയായി സൂക്ഷിക്കുവാൻ ക്യാബിനറ്റുകളോ ഷെൽഫുകളോ ഉപയോഗിക്കാവുന്നതാണ്. പൂജാമുറിയുടെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിൽ ശുചിത്വം അതീവ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു. ഇടയ്ക്കിടെ സ്ഥലം വൃത്തിയാക്കുകയും പൊടി മുക്തമാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതായത് എപ്പോഴും പൂജാമുറി ശുദ്ധിയോടെ തന്നെ നിങ്ങൾ സൂക്ഷിക്കുവാൻ പ്രത്യേകമായ പരിഗണന നൽകേണ്ടതായിട്ടുണ്ട്. വാസ്തുശാസ്ത്ര പ്രകാരം നോക്കുമ്പോൾ പൂജാമുറി സ്ഥാപിക്കുന്നതിന് ചില ദിശകൾ ഒഴിവാക്കണം എന്നാണ് പറയുക. വാസ്തുശാസ്ത്ര പ്രകാരം നോക്കുമ്പോൾ പൂജാമുറി സ്ഥാപിക്കുന്നതിന് ചില ദിശകൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. തെക്ക് ദിശ പൊതുവെ പൂജാമുറിക്ക് അശുഭകരമായി കണക്കാക്കപ്പെടുന്ന ദിശയാണ്. അതേപോലെ പൂജാമുറി ഒരു ഗോവണിക്ക് താഴെയോ കുളിമുറിയുടെ അടുത്തോ സ്ഥാപിക്കുന്നതും ഒഴിവാക്കേണ്ടതായ കാര്യം തന്നെയാകുന്നു. ഇത് വളരെയധികം ദുഃഖകരമായ കാര്യങ്ങൾ ആ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് കാരണമായി തീരാം. പലവിധ പ്രയാസങ്ങൾ കടന്നു വന്നു എന്ന് വരാം. വീടുകളിൽ കുളിമുറിയോടും കിടപ്പുമുറിയോടും ചേർന്ന് ഭിത്തി വരുന്ന തരത്തിൽ നിർമ്മിച്ചതായ പൂജാമുറികൾ അശുഭകരമായി തന്നെ കണക്കാക്കപ്പെടുന്നതുമാണ്. അതിനാൽ ആ കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. പൂജാമുറിയിൽ ഒരിക്കലും തകർന്ന വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ ചിത്രങ്ങളോ പാടുള്ളതല്ല. പൊട്ടൽ വീണതായ ചിത്രങ്ങൾ പോലും പൂജാമുറിയിൽ വയ്ക്കുന്നത് ശുഭകരമല്ല. അതൊരു വശം കീറിയ ചിത്രമാണ് എങ്കിലും ശുഭകരമായ ഫലം നൽകില്ല എന്നുള്ളതാണ്. അതിനാൽ തന്നെ അത്തരം ചിത്രങ്ങൾ രണ്ട് കാര്യമാണ് പ്രധാനമായും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുക. ഒന്നുകിൽ ആ വിഗ്രഹം അല്ലെങ്കിൽ ചിത്രം അടുത്തുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് സമർപ്പിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഒഴുകുന്ന ജലത്തിൽ ആ ചിത്രമോ വിഗ്രഹമോ ഒഴുക്കി കളയാവുന്നതുമാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. അതിനാൽ അത്തരം ചിത്രങ്ങൾ വീടുകളിൽ സൂക്ഷിക്കാതെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. പിതൃക്കളുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ അന്തരിച്ച ബന്ധുക്കളുടെ ചിത്രങ്ങളോ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് ശുഭകരമല്ല. അവർ നിങ്ങൾക്ക് കൺകണ്ട ദൈവങ്ങളാകാം, എന്നാൽ ഒരിക്കലും ദൈവത്തിന് തുല്യമല്ല. അതിനാൽ തന്നെ പൂജാമുറിയിൽ ഇത്തരം ചിത്രങ്ങൾ സൂക്ഷിക്കുന്നത് ശുഭകരമായ ഫലം നൽകില്ല എന്നുള്ളതാണ്. അതിനാൽ ദേവതകളോടൊപ്പം ഈ ചിത്രങ്ങൾ വയ്ക്കുവാൻ പാടുള്ളതല്ല. തൂക്കുവിളക്കുകൾക്ക് പകരം പരമ്പരാഗത നിലവിളക്കുകൾ പൂജാമുറിയിൽ തെളിയിക്കുന്നതാണ് ഏറ്റവും വിശേഷം.
അതിനാൽ അത്തരം കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകണം. എന്നാൽ വിളക്കുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പലരുടെയും വീടുകളിൽ പല വിധത്തിലും കേടുപാടുകൾ സംഭവിച്ചതായ വിളക്കുകൾ ഉണ്ടാകാം. ധാരാളം പുള്ളിക്കുത്തുകൾ വീണ, അത്തരത്തിൽ കറുത്ത പാടുകൾ കൊണ്ട് നിറഞ്ഞ വിളക്കുകൾ പലരുടെയും വീടുകളിൽ ഉണ്ടാകാം. അത്തരത്തിലുള്ള വിളക്കുകൾ വീടുകളിൽ തെളിയിക്കുന്നത് ശുഭകരമല്ല. ചില വിളക്കുകൾക്ക് പലവിധ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. ചില ഭാഗങ്ങൾ പൊട്ടിയിരിക്കുകയോ അല്ലെങ്കിൽ ചോർച്ചയുള്ള നിലവിളക്കുകളും ഉണ്ടാകാം. എണ്ണ ഇപ്രകാരം ചോർന്നൊലിക്കുന്നതായ വിളക്കുകൾ നിങ്ങൾ വീടുകളിൽ തെളിയിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ദോഷകരമായ ഫലമാണ് നിങ്ങൾക്ക് നൽകുക. അതിനാൽ അത്തരം വിളക്കുകൾ ചെയ്യേണ്ടത് മാറ്റി വാങ്ങുക, മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിനാൽ അത്തരം കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. തീപ്പെട്ടി കത്തിച്ച, അതായത് ബാക്കി വന്നതായ തിരി തെളിയിച്ച് ബാക്കി വന്നതായ തിരി, കൂടാതെ തീപ്പെട്ടിക്കൊള്ളി ഒരിക്കലും പൂജാമുറിയിൽ സൂക്ഷിക്കരുത്. അതായത് ഉപയോഗം കഴിഞ്ഞതായ ഇത്തരം വസ്തുക്കൾ പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കുന്നത് ശുഭകരമല്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായ ഊർജം കടന്നു വരുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കളെ പോലും നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതിനും കാരണമായി തീരാം. ശത്രുവിന് ഉയർച്ച നൽകാം. നിങ്ങൾക്ക് തന്നെ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കാതെ പല പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടതായി വരാം. നെഗറ്റീവ് ഊർജം നിറയും. അതിനാൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ അപ്പോൾ തന്നെ വീടുകളിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരമായ കാര്യം. പൊട്ടിയ വസ്തുക്കൾ, കേടായ വിളക്ക്, ലെതർ ഉൽപ്പന്നങ്ങൾ, ഉണങ്ങിയ ഇല, പൂക്കൾ തുടങ്ങിയ കാര്യങ്ങൾ പൂജാമുറിയിൽ സൂക്ഷിക്കാൻ പാടുള്ളതല്ല. പലരും ക്ഷേത്രത്തിൽ നിന്നും പ്രസാദം കൊണ്ടുവന്ന് പൂജാമുറിയിൽ വയ്ക്കുകയും ചെയ്യുന്നതാണ്. ഇപ്രകാരം ചെയ്യുന്നതിൽ തെറ്റില്ല. എന്നാൽ പ്രസാദത്തിലുള്ള പൂക്കൾ, ഇലകൾ ഇവ പൂജാമുറിയിലിരുന്ന് ഉണങ്ങുന്നത് ശുഭകരമായ ഫലം നിങ്ങൾക്ക് നൽകില്ല. അതിനാൽ അത്തരം കാര്യങ്ങൾ പൂജാമുറിയിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഉപയോഗം കഴിഞ്ഞതായ വസ്തുക്കൾ, അത് എണ്ണയുടെ പാത്രമാണ് എങ്കിലും പൂജാമുറിയിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കണം. ഒരിക്കലും ആവശ്യമില്ലാത്ത അഥവാ പൂജാമുറിയിൽ ഉപയോഗിക്കാത്തതായ വസ്തുക്കൾ പൂജാമുറിയിൽ പിന്നീട് വയ്ക്കേണ്ടതായ ആവശ്യമില്ല എന്നുള്ളതാകുന്നു. കൂടാതെ പൂജാമുറിയിൽ ചിലർ ചൂല് സൂക്ഷിക്കുന്നതാണ്. അത് പൂജാമുറി വൃത്തിയാക്കുവാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാകാം. എന്നാൽ അതൊരിക്കലും പാടില്ല എന്നുള്ളതാണ്. പൂജാമുറിക്കുള്ളിൽ ഒരിക്കലും ചൂല് പോലുള്ള വസ്തുക്കൾ വയ്ക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് വളരെ ദോഷകരമായി തീരും. കൂടാതെ പൂജാമുറിയുടെ മുന്നിലായി, അതായത് പൂജാമുറി മറയും വിധം ഒരിക്കലും ചെടികൾ വച്ച് വളർത്തുവാൻ, പിടിപ്പിക്കുവാൻ പാടുള്ളതല്ല. പൂജാമുറിക്ക് മുൻപിൽ മറഞ്ഞു നിൽക്കുന്നത് ശുഭകരമല്ല. പൂജാമുറിയിൽ ഉപയോഗിക്കുന്നതായ തുണികളാണ് എങ്കിലും ഒരിക്കലും പൂജാമുറിയുടെ മുൻപിൽ ഉണക്കാനിടാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കുന്നതല്ല. എന്നാൽ ഏറ്റവും ശുഭകരമായ കാര്യം, പൂജാമുറിയിലെ ചിത്രങ്ങൾ പച്ചക്കർപ്പൂരം കൊണ്ടുള്ള ജലത്തിൽ തുടയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. അതിനാൽ തന്നെ വിഗ്രഹങ്ങൾ, ചിത്രങ്ങൾ വൃത്തിയാക്കുന്നതായ സമയത്ത് ഈ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുക. ഇത് നിങ്ങളുടെ വീടുകളിൽ പോസിറ്റീവായ ഊർജം നാൾക്കുനാൾ വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. തീർച്ചയായും പൂജാമുറിയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ വീടുകളിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും കൊണ്ടുവരും എന്നുള്ളതാണ്. തീർച്ചയായും വിളക്ക് വയ്ക്കുന്ന ഇടത്ത് ഈ വസ്തുക്കളുണ്ട് എങ്കിൽ അത് ആ വീടുകളിൽ മഹാലക്ഷ്മി കടാക്ഷം നഷ്ടമാകുന്നതിനോ ഐശ്വര്യം നഷ്ടമാകുന്നതിനോ സഹായകരമായി തീരും. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. 2 നേരവും വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ ശ്രമിക്കണം. അതോടൊപ്പം വിളക്കിന്റെ അടുത്തായി കിണ്ടി കൂടി, അതായത് നിറകുടജലം കിണ്ടിയിൽ വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. അതോടൊപ്പം വിളക്കിന്റെ അടുത്തായി കിണ്ടിയിൽ ജലം വയ്ക്കുന്നതും ഏറ്റവും ശുഭകരമായ ഫലം നിങ്ങൾക്ക് നൽകും എന്നാണ് പറയുക. ആ തുളസി ജലം നിത്യവും കുടുംബാംഗങ്ങൾ ഏവരും പാനം ചെയ്യുന്നത് ആരോഗ്യവർദ്ധനവിന് ഏറ്റവും ശുഭകരമാണ് എന്ന് കൂടി അർത്ഥമാക്കാം. മറ്റൊരു കാര്യം, വിളക്ക് തെളിയിക്കുന്നതായ സമയത്ത് ശരീരശുദ്ധിയും മനഃശുദ്ധിയും വേണം എന്നുള്ളതാണ്. ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഇല്ലാതെ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുന്നതുമാണ്.
എപ്പോഴും വിളക്ക് കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് തെളിയിക്കേണ്ടത്. വിളക്ക് തെളിയിക്കുമ്പോൾ ഒരിക്കലും വിളക്കിൽ ജലം ഉണ്ടാകാൻ പാടില്ല, ജലത്തിന്റെ അംശം ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഈ കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ വിളക്ക് തിരി അഥവാ വിളക്കിൽ ഉപയോഗിക്കുന്നതായ വസ്തുക്കൾ തീർച്ചയായും വളരെ ശുദ്ധിയായി തന്നെ സൂക്ഷിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ആ വസ്തുക്കൾ മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് തീപ്പെട്ടിയാണ് എങ്കിലും മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. വിളക്കുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം.